എന്താണ് കയ്യിന് പറ്റി ആകെ വീങ്ങി തുടുത്ത് നിക്കണ്ടല്ലോ? മരുന്നൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ട്, അത് മാറും. സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ചെക്കന്മാര് കളിച്ചിട്ട് അമ്പയർന്നാണ്. ഞാൻ ആ സ്കോറിലേക്ക് ലെഗ് അമ്പയറായിട്ട് നിൽക്കായിരുന്നു. അപ്പൊ ഒരു കുട്ടിപ്പ ഫാന് ഓൻ ബാറ്റ് ചെയ്ത് കണ്ട് ബാറ്റ് കഴിക്കുന്നുണ്ട് തിരിച്ചു വന്നു. ഞാൻ അങ്ങനെ തടുത്താണ്. പോരെ, അവന് ഈ കുട്ടിപ്പ കളിച്ചണ പോലെ തന്നെ ഓൻ കളിച്ചോളൂ. 4 ഭാഗത്തേക്കും ബാറ്റ്. അതായത് ഇറങ്ങിയ ഒരു 5-6 വട്ടം ബാറ്റ് കണ്ട് വലിച്ചെറിയും. പിന്നെ കൊയ്താളം പറഞ്ഞ് 2 വികല്. ഇതൊക്കെ കുട്ടികളെ അനുകരിക്കാൻ നിന്നാ അപ്പൊ എന്താ കാട്ടുക? അതിപ്പോ മൂപ്പർ ബാറ്റിംഗ് ഒക്കെ അങ്ങനെയാണ്, അത് വേറെ കാര്യം. പിന്നെന്താ വെച്ചാല് DC ഇന്നലെ ജയിച്ചോണ്ട് ഇങ്ങക്കൊരു ഗുണം ഉണ്ടായി. അതിപ്പോ DC ജയിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്ലേ ഓഫ് കയറും. ഞങ്ങള് ഇന്നത്തെ കളി ജയിക്കുന്നു, അടുത്ത കളി ജയിക്കുന്നു. അപ്പൊ DC ജയിച്ചോണ്ടല്ല RR കയറിക്കണേട്ടോ, അത് പറഞ്ഞു തരണ്ട. നിങ്ങളെ തോൽപ്പിച്ചു. ഇന്നത്തെ കളികൾ ജയിക്കുന്നില്ല. നിങ്ങളെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ 3 കളിയിൽ നിങ്ങൾ പൊട്ടിക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാക്കിയെങ്കിൽ അതാ സാമു ക്യാപ്റ്റൻ ആയപ്പോഴാ പോയി നാട് കിട്ടും. പിന്നെന്താ മറ്റേ ചങ്ങായി പോലെ ബട്ട്ലർ ജോസേട്ടൻ പോയാൽ ഞങ്ങൾക്ക് TKC ഉണ്ട്, ആ പ്രശ്നമില്ല. TKC പറഞ്ഞ ചെരുപ്പിന്റെ കമ്പനിയാണ് അത് VKC, ഇത് TKC. ടോം കോഹ്ലർ കാഡ്മോർ, അതായത് തൊള്ളി കൊള്ളാത്ത പേരുള്ള കാഡ്മോർ. ഉസാർ കളിയാണ് മൂപ്പർ കളിച്ചില്ലേ? ഇതുവരെ കളിച്ചാത്ത ഇവിടെ ജോസേട്ടന്റെ മറ്റൂരുണ്ട്, അതുകൊണ്ട് ഇറക്കാത്തിരുന്ന. ഇന്ന് കാണാം കാഡ്മോർ TKC ആരാന്ന് നിങ്ങൾ കാണും. ജോസേട്ടൻ വലിയ സംഭവം ഒന്നുമില്ല ഈ സീസൺ. 2 സെഞ്ചുറി കളിച്ചിട്ടുള്ളൂ. പിന്നൊക്കെ കണക്കിന് ഇപ്പൊ ജോസേട്ടൻ പോരാന്ന് ഊട്ടിക്കോളി. ഇത് അതിനേക്കാളും വലുതാണ്, പുടിച്ചതിനേക്കാളും വലുതാണ്. അടിയിൽ നേട്ടിട്ടില്ല. ആദ്യ കളിയാണ്. ഒരു കളി ഉണ്ടാവില്ല. അത് സംഭവമാക്കി വലിയ പേരുണ്ട് എഴുതിയാണ്ട് വലിയ കളി ഉണ്ടാവില്ല. അത് വേറെ കാര്യം, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെടാല്ല. ഞങ്ങള് പോയി ഇംഗ്ലീഷുകാര് മൊത്തം പോയി. അതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ഞങ്ങൾ നിങ്ങളെ നാളം കെടുത്തും. ഞങ്ങൾക്ക് ഇനി ഒന്നും ഇല്ലല്ലോ, നോക്കാനൊന്നുമില്ലല്ലോ. അതന്നെ പറഞ്ഞത്. ഈ പ്ലേ ഓഫിൽ എത്തിയവരെ വന്ന് അതന്നെ പറഞ്ഞു. കഴിഞ്ഞ കളി 3 നിങ്ങൾ തോറ്റു. എത്തിയതിനു ശേഷം ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പൊ ഇന്ന് റിലാക്സ് റിലാക്സ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ക്വാളിഫയർ 1 കളിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യം. ഇന്നത്തെ കളിയിൽ നിങ്ങൾ തോൽക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് നിങ്ങളെ കോൺഫിഡൻസ് മൊത്തം ചോർത്തിയിട്ട് ഞങ്ങൾ പോകും. നിങ്ങളെ മറ്റേ ബനല്ലേ ഇപ്പൊ ക്യാപ്റ്റനായി വരിക, മറ്റേ കയറി ഇരുന്ന പേടിച്ചിട്ട് പരിക്ക് മാറി ശരിയായിട്ടും മൂപ്പരെ കളിപ്പിച്ചാതിരുന്ന അതൊക്കെ ഇവിടെ നാട്ടില് പാട്ടാ. ഇപ്പൊ കൽപ്പിച്ചില്ലാതെ മാർഗമില്ലാന്ന് പറഞ്ഞ് കളിപ്പിച്ചു. ക്യാപ്റ്റൻ ആരായാലും ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ ജയിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ RCB ഭാഗ്യം കൊണ്ട് അങ്ങനെ കുറച്ച് റണ്ണൌട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കയറി പോയതാണ്. അത് വേറെ കാര്യം, അത് നിങ്ങൾ നോക്കാം. ഇന്നത്തെ കളിയിൽ ഞങ്ങൾ എന്തായാലും ജയിക്കണം. ഞങ്ങൾ ചെക്കന്മാരൊക്കെ സൂപ്പർ കളിയാണ്. പശുദോഷ് ശശാങ്ക് കഴിഞ്ഞാൽ റണ്ണൌട്ട് ആയില്ലെങ്കിൽ ഞങ്ങൾ കളി ഇവര് കളിച്ചിട്ടാണ് നിങ്ങൾ പുറത്തായത്. അതാണ് ഇപ്പൊ സീസണിന്റെ തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം വരെ മാറിയില്ല. പകുതി ആയപ്പോ തന്നെ റെഡി ആയി കുറച്ച് പോയിന്റ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ പറഞ്ഞാലിപ്പോ ഇങ്ങനെ ഓരോ നിർഭാഗ്യവും അതും ഇതൊക്കെ ആകുമ്പോ പിന്നെ അങ്ങനെ സംഭവിക്കും. അത് വേറെ കാര്യം. എന്തായാലും ഇതൊക്കെ കേട്ടിക്കാ രസമുണ്ട്. പുറത്തായവര് പ്ലേ ഓഫിൽ എത്തിയവരെ വെല്ലുവിളി. നിങ്ങളിപ്പോ കഴിഞ്ഞ കളിയിൽ എന്താണ് കാണിച്ചത്? നിങ്ങൾ സഞ്ജു ക്യാപ്റ്റൻ എന്താ കാണിച്ചത്? ആ പിച്ചിന്റെ കഥ അതാന്ന് എല്ലാവർക്കും അറിയണല്ലോ. എന്നിട്ട് എന്തോരം അന്ന് കുറെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാണിച്ചു കൂട്ടിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങള് തോറ്റു കൊടുത്തത് ഞങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ വിദേശ താരങ്ങൾ എത്ര ആൾക്കാർ ഇറക്കി? ആ മതിയായിരുന്നു. പിന്നെ അടുത്തതിലും ബൗൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയില്ലേ ബർഗറിനെല്ലാം ഇറക്കി. മഹാരാജിനെ ഇറക്കിയില്ലല്ലോ. മഹാരാജ് ബർഗർ എന്നിട്ട് തോറ്റു. അതാണ് സംഭവം. പിന്നെ ഭയങ്കര അതുകൊണ്ട് അത് ബാക്കിയുള്ള ഔദാര്യത്തിലല്ലേ. എന്താ ഔദാര്യത്തില്? രണ്ടാമതാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ രണ്ടാമതാണ് നല്ല ഉസാറായി കളിച്ച് ജയിച്ചാണ്ട് അവിടെ എത്തിക്കണത്. ആദ്യം 100 പോയിട്ട് പിന്നെ നിങ്ങളെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആദ്യം പോയാൽ അവിടെ സ്വസ്ഥായിട്ടിരിക്കാം. പറഞ്ഞിട്ടില്ലേ, സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് അതിനിടില്ലേ കാപത്ത്. അതാണ് ഞങ്ങളെ ഒരു ഇത്. ആദ്യം തന്നെ ഞങ്ങളെ ചെയ്തുകൊണ്ട് ഇനി പ്രശ്നമില്ല. അതാണ് പറഞ്ഞത്, ആപത്ത് കാലാണ്. ഈ ആപത്ത് കാലം ഇനി മാറൂല. കലാകാലം തന്നെ കയറും.